ഹായ് നമസ്കാരം. ഇന്ന് ഒരു കാര്യം നിങ്ങളോട് ഇൻഫോം ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് MBBS വിദ്യാർത്ഥികൾക്ക്, MBBS പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ച് ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ നീറ്റ് എക്സാമും അതേപോലെ FMG എക്സാമും പിന്നെ നെക്സ്റ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് എക്സാം ഇപ്പോൾ വരും, ഈ വർഷം ഉണ്ടാവും, അടുത്ത വർഷം ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് പല കൺസർവൻസികളും പല ആളുകളും ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് എക്സാമും താൽക്കാലികമായിട്ട് ഈ വരുന്ന 3-4 വർഷത്തിനുള്ളിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫെയിം ഉണ്ടല്ലോ, ഫെയിം, അതായത് നമ്മുടെ ഫെഡറേഷൻ ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഫെയിമും അതുപോലെ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷനും കൂടിയിട്ട് കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയിരിക്കുന്ന കൂടിക്കാഴ്ചയിനകത്താണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു എക്സാമിൻ്റെ രീതിയിലേക്ക് പോകുന്നതിന് പകരം 2-3 വർഷമെടുത്തിട്ട് കുട്ടികളുമായിട്ട് MBBS വിദ്യാർത്ഥികളുമായിട്ടും ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളായിട്ടും പിന്നെ അതേപോലെ ഉള്ള ആളുകളുമായിട്ടും ചർച്ച ചെയ്തിട്ട് അതിൻ്റെ പോസിബിലിറ്റീസും അതിൻ്റെ നെഗറ്റീവും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫൈനലി ഒരു എക്സാം എന്നുള്ള രീതിയിലേക്ക് വരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും അതൊരു നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് നമ്മളൊരു തീരുമാനം പറയുന്നതിന് പകരം ആ ഒരു വിഷയത്തെ സ്റ്റഡി ചെയ്തുകൊണ്ടും ആ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുയോജ്യമായ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം, പ്രത്യേകിച്ച് ഈ എക്സാം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം +2 ഇതേപോലെ CBSEയുമായിട്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പെട്ടെന്ന് വന്നൊരു തീരുമാനം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ആരും പേടിക്കണ്ട, നെക്സ്റ്റ് എക്സാമും ഇനി വരുന്ന 3-4 വർഷത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷമേ അതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആര് വരുള്ളൂ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, അതായത് NMC വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കും. കാരണം ഇതിനെതിരെ കുറേ ആയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, ഇന്ത്യയിൽ പഠിക്കുന്ന MBBS ഡോക്ടേഴ്സ്, അതേപോലെ ഇന്ത്യൻ ഡോക്ടേഴ്സ് അസോസിയേഷൻ, IMA തുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പലർക്കും അറിയുന്നുണ്ടായിരിക്കും, പലർക്കും അറിയാത്ത ആളുകളുണ്ടായിരിക്കും. ഇപ്പോഴും MBBS ഒക്കെ എബ്രോഡ് പഠിക്കുന്ന കുട്ടികളും നാട്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പേടി എന്നുള്ളത് ആ എക്സാം എങ്ങനെയാവും എന്നുള്ളൊരു ധാരണ ഇല്ലാത്തൊരു സംഭവമാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നൊരു എക്സാം ഏത് രീതിയിലേക്ക് അവർ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക എപ്പോഴും സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇനി പറയാനുള്ളത് ഒരു 3-4 വർഷത്തേക്ക് ഈ എക്സാം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സീ യു.